അമേരിക്ക തുമ്മിയാൽ ലോകത്തിന് ജലദോഷം പിടിക്കും എന്നുള്ളതാണല്ലോ ചൊല്ല്. അതാണ് വാസ്തവമെങ്കിൽ, അതാണ് സത്യമെങ്കിൽ, ഈ വരുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും ഏറെ നിർണായകമാണല്ലോ. അടുത്ത 4 വർഷം ലോകത്തെ അടക്കി ഭരിക്കാൻ പോകുന്നത്, നിയന്ത്രിക്കാൻ പോകുന്നത്, ലോകത്തിന് മാർഗനിർദ്ദേശം നൽകാൻ പോകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുമല്ലോ. ആ പ്രസിഡന്റിനെ നിയോഗിക്കുന്ന പാർട്ടിയുടെ വ്യക്തമായ പരിപാടികളും അതുപോലെ തന്നെ അവരുടെ കാഴ്ചപ്പാടുകളുമായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ അതൊക്കെയല്ലേ ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് 2 മാസം മാത്രം ബാക്കി നിൽക്കെ ചർച്ച ചെയ്യേണ്ടത്. എന്നാൽ ഇതാ പൊടുന്നനവേ അമേരിക്കയിലെ ചർച്ചാ വിഷയം വഴുതി വീണിരിക്കുന്നു. അത് വ്യക്തിഹത്യയിലേക്കും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിലേക്കുമൊക്കെ പൊടുന്നനവേ നിലംപൊത്തി ഒരു മഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ നിലവാരത്തിലേക്ക് വീണിരിക്കുന്നു എന്നുള്ളതാണ് ഖേദകരം. അവരുടെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസിനെതിരെ റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതും ആ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹം മുൻ പ്രസിഡന്റ് കൂടിയായിരുന്നു എന്നോർക്കണം, അദ്ദേഹമാണ് ഇത്തരമൊരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കാലിഫോർണിയക്കാരിയായ കമല ഹാരിസ്, അവർ രാഷ്ട്രീയത്തിൽ ഉദിച്ചുയർന്നത് സാൻ ഫ്രാൻസിസ്കോയിലെ ഗവർണർ വില്ലി ബ്രൗണിൻ്റെ സഹായത്തോടു കൂടിയായിരുന്നുവെന്നും അതിന് കമല ഹാരിസിന് ചില വിട്ടുവീഴ്ചകൾ, ചില കോംപ്രമൈസുകളൊക്കെ ചെയ്യേണ്ടി വന്നു എന്നുമാണ് റിപ്പബ്ലിക്കൻസ്, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് തന്നെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എന്തൊരു ബാലിശമായ ഒരു ആരോപണമാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. യഥാർത്ഥത്തിൽ കമല ഹാരിസ് കുടുംബവുമായി താമസിക്കുന്ന 59 വയസ്സുള്ള ഒരു വനിതയാണ്. അവർക്ക് ഭർത്താവുണ്ട്, 2 കുട്ടികളുണ്ട്. അവർ കുടുംബസമേതം ഡെമോക്രാറ്റുകളുടെ നാഷണൽ കൺവെൻഷനിൽ പങ്കെടുക്കുകയും കമല ഹാരിസിന് വേണ്ടിയിട്ട് ആദ്യന്തം ആരവമുയർത്തുകയും കൈയടിക്കുകയും ഒക്കെ ചെയ്യുന്നത് നാം കണ്ടതാണ്. അവർ മാതൃകാപരമായ ഒരു കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ 2 കുട്ടികളും ഭർത്താവുമുള്ള ഒരു സ്ത്രീക്കെതിരെ ആണ് ഈ കടുത്ത ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. 1990കളിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്നാണ് പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ ഇത്തരം ബാലിശമായ ആരോപണങ്ങളാണോ ഉന്നയിക്കേണ്ടത്? അല്ലെങ്കിൽ അതാണോ അമേരിക്ക ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. കമല ഹാരിസിനെ കമ്മ്യൂണിസ്റ്റ് എന്നാണ് ഡൊണാൾഡ് ട്രംപും റിപ്പബ്ലിക്കൻകാരുമൊക്കെ വിളിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് കമല, ലിബറൽ കമല, അങ്ങനെയുള്ള പല പേരുകളാണ് അവർക്ക് ഇതിനോടകം ചാർത്തിയിരിക്കുന്നത്. ഷിക്കാഗോയിൽ നടന്ന ഡെമോക്രാറ്റുകളുടെ നാഷണൽ കൺവെൻഷനെ റിപ്പബ്ലിക്കൻകാർ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ചുവപ്പ് പുതപ്പിച്ചാണ് അവതരിപ്പിച്ചത്. അവിടെ പാറിക്കളിച്ചത് കമ്മ്യൂണിസ്റ്റ് കൊടികളും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ചിഹ്നങ്ങളുമൊക്കെയാണ്. ആ രീതിയിൽ വളരെ വികലമായി വരെ അവർ ഈ ഡെമോക്രാറ്റുകളുടെ കൺവെൻഷനെ ചിത്രീകരിക്കുകയുണ്ടായി. കമല ഹാരിസിനെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത് കൊണ്ട് അമേരിക്കൻ ജനതയ്ക്കിടയിൽ അതിന് വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്നാണ് ഡൊണാൾഡ് ട്രംപും കൂട്ടരും കരുതുന്നത്. ലോകമെമ്പാടും കമ്മ്യൂണിസത്തിനെതിരെ 8-10 ദശാബ്ദങ്ങളായി അമേരിക്ക നടത്തുന്ന പോരാട്ടം എല്ലാവർക്കും അറിയാവുന്നതാണ്. രാഷ്ട്രീയമായി, സാമൂഹികമായി, സാമ്പത്തികമായി, സൈനികമായെല്ലാം അവർ ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും കമ്മ്യൂണിസത്തിനെതിരെ പോരാടുന്നുണ്ട്. കൊറിയയിലും വിയറ്റ്നാമിലും ആയിരക്കണക്കിന് അമേരിക്കൻ ഭടന്മാരാണ് അവരുടെ ജീവൻ ബലിദാനം ചെയ്തത്. അങ്ങനെ കമ്മ്യൂണിസം എന്ന് കേട്ടാൽ കാലിളകുന്ന ഒരു സമൂഹമാണ് പൊതുവെ അമേരിക്കൻ ജനത. അതുകൊണ്ട് തന്നെയാണ് കമല ഹാരിസിനെ കമ്മ്യൂണിസ്റ്റായി ഇവർ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. കമല ഹാരിസിൻ്റെ ആശയങ്ങൾ കമ്മ്യൂണിസത്തോട് ചേർന്ന് നിൽക്കുന്നതും വളരെ ലിബറൽ ആണെന്നുമാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്.
ഒരുപക്ഷെങ്കിൽ കമലാ ഹാരിസിൻ്റെ ലിബറൽ ആശയങ്ങളെ, സോഷ്യലിസ്റ്റ് ആശയങ്ങളെ അവർ കമ്മ്യൂണിസവുമായി കൂട്ടിക്കെട്ടി വികലമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം. കമലാ ഹാരിസിൻ്റെ പിതാവ് കമ്മ്യൂണിസത്തോട് കുറച്ച് അനുഭാവം പുലർത്തിയിരുന്ന ഒരാളായിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്തായാലും അങ്ങനെ ഒരു ചരിത്രം കമലയ്ക്കില്ല. ഇന്ത്യയിൽ നിന്ന് 19ാമത്തെ വയസ്സിൽ കുടിയേറിയതാണ് കമലാ ഹാരിസിൻ്റെ അമ്മ. അവർ ഇവിടെ വന്ന് 2 കുട്ടികളെ വളർത്താനുള്ള പോരാട്ടത്തിലായിരുന്നു. ഇവിടെ വന്ന് കമലാ ഹാരിസിന് 7 വയസ്സുള്ളപ്പോൾ അച്ഛനും അമ്മയും തമ്മിൽ വേർപിരിയുകയും ചെയ്തു. പിന്നീട് അവരുടെ പോരാട്ടം മുഴുവൻ അതിജീവനത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള അശ്രാന്തമായ പരിശ്രമത്തിലൂടെയാണ് ഇവർ കടന്നുപോയത്. അവർ അതിനിടയ്ക്ക് കോളേജിൽ പോവുകയും നല്ല വിദ്യാഭ്യാസം നേടുകയും കമലാ ഹാരിസ് നിയമബിരുദം നേടി അറ്റോർണി ജനറൽ വരെ ആകുകയും ചെയ്തു. പിന്നീടാണ് അവർ രാഷ്ട്രീയത്തിലേക്ക് ഉദിച്ചുയരുന്ന ഒരു താരമായി മാറിയിരുന്നത്. അതിനിടയ്ക്ക് ഇവർക്ക് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനത്തിന് പോകാനുള്ള സമയമോ സാഹചര്യമോ ഇല്ലായിരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ കാലിഫോർണിയയിലെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട്, കടുത്ത വർഗക്കാർക്ക് വേണ്ടിയിട്ട്, ദുർബല വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ കമലാ ഹാരിസ് പോരാടിയിട്ടുണ്ട്. അവർ പോരാടിയത് കുത്തകകൾക്കെതിരെയും വൻകിട കമ്പനികൾക്കെതിരെയും അതുപോലെയുള്ള പ്രബലർക്കെതിരെയുമാണ്. ആ പോരാട്ടത്തെയാണ് കമ്മ്യൂണിസവുമായി കൂട്ടിക്കെട്ടി താറടിക്കാനായിട്ട് ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. കമലാ ഹാരിസ് പത്രസമ്മേളനം നടത്തുന്നില്ല, മീഡിയയെ കാണുന്നില്ല, മീഡിയക്കാർക്ക് അഭിമുഖം കൊടുക്കുന്നില്ല തുടങ്ങിയ വലിയ പ്രചാരണമാണ് റിപ്പബ്ലിക്കൻസ് നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും അതിന് വിരാമമായി. കമലാ ഹാരിസ് കഴിഞ്ഞ ദിവസം CNN ചാനലുമായി സുദീർഘമായ ഒരു അഭിമുഖത്തിന് ഇരുന്നു കൊടുത്തു. അവരുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ടിം വാൾസും ഒപ്പമുണ്ടായിരുന്നു. അതിനെയും റിപ്പബ്ലിക്കൻസ് കളിയാക്കുന്നുണ്ടായിരുന്നു. ടിം വാൾസ് എന്ന ഊന്നുവടിയുടെ സഹായത്തോടു കൂടിയാണ് കമലാ ഹാരിസ് പത്രസമ്മേളനം നടത്തിയത് എന്നായിരുന്നു ആക്ഷേപം. എന്തായാലും അവർ രണ്ടുപേരും കൂടി നടത്തിയ പത്രസമ്മേളനം മികച്ചതായിരുന്നു. CNN തന്നെ പല വാർത്തകളും പ്രസിദ്ധീകരിക്കുകയും ആ അഭിമുഖത്തെ വിശദമായി അനലൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒട്ടുമിക്ക മീഡിയകളും അവരുടെ അഭിമുഖത്തെ ഏറ്റെടുക്കുകയും ചെയ്തു. 2021 NBCക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ കമലാ ഹാരിസിന് ചില അബദ്ധങ്ങൾ പറ്റിയിരുന്നു. അത്തരം അബദ്ധങ്ങളൊന്നും ഇത്തവണ ഉണ്ടായില്ല എന്നതും ശ്രദ്ധേയമാണ്. അന്നത്തെ ആ ഇൻ്റർവ്യൂവിൽ ഈ കുടിയേറ്റം ഒരു വലിയ പ്രശ്നമായി കത്തിക്കാളുന്ന സമയമായിരുന്നു. അന്ന് മെക്സിക്കൻ ബോർഡറിൽ എന്നാണ് കമലാ ഹാരിസ് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ യൂറോപ്പിലൊന്നും പോകാറില്ല എന്ന മട്ടിലുള്ള ഒരു ഒഴുക്കൻ മറുപടിയാണ് കമലാ ഹാരിസ് നൽകിയത്. അത് കമലാ ഹാരിസിൻ്റെ അജ്ഞതയെക്കുറിച്ചാണോ അതോ അവർക്ക് ഈ വിഷയത്തിലുള്ള താല്പര്യമില്ലാത്തത് കൊണ്ടാണോ അങ്ങനെ ഒരു മറുപടി നൽകിയത് എന്ന് വ്യക്തമല്ല. എങ്കിൽ പോലും അതൊരു വലിയ വിവാദമായി. അതിനെതിരെ വലിയ പ്രചാരണങ്ങളൊക്കെ നടക്കുകയുണ്ടായി. കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാർട്ടിയാണ് ഡെമോക്രാറ്റുകൾ എന്നാണല്ലോ പൊതുവെ വിലയിരുത്തുന്നത്. അതിനിടയ്ക്ക് ഇത്തരമൊരു അബദ്ധം കൂടി വന്നതോടുകൂടി ആ പ്രചാരണത്തിന് ചൂടേറുകയും ചെയ്തു. എന്തായാലും ഇത്തവണ അത്തരം അബദ്ധങ്ങളൊന്നും ഉണ്ടായില്ല. വിഷമകരമായ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കമലാ ഹാരിസിൻ്റെ വംശീയതയെക്കുറിച്ചായിരുന്നു. കമലാ ഹാരിസ്, റൊണാൾഡ് ട്രംപ് തന്നെ എപ്പോഴും പറയാറുണ്ട്, കമലാ ഹാരിസ് ഇത്രയും നാളും പറഞ്ഞു നടന്നുകൊണ്ടിരുന്നത് അവർ ഇന്ത്യക്കാരിയാണെന്നാണ്. ഇപ്പോൾ കറുത്ത വർഗ്ഗക്കാരിയാണ് എന്ന് പറയുന്നു. ഇതിലേതാണ് സത്യമെന്ന് ട്രംപ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. ഇതേ ചോദ്യം CNN ലേഖിക ചോദിച്ചപ്പോൾ കമലാ ഹാരിസ് ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറി. അതിന് തൽക്കാലം ഉത്തരം പറയാൻ താല്പര്യമില്ല എന്ന മട്ടിൽ. കാരണം അതൊരു മൂർച്ചയുള്ള ഇരുതല വാളാണ്. അത് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും അതിൽ കുറച്ച് അപകടം ഉണ്ട് താനും. ഇന്ത്യൻ വംശജയാണ് എന്ന് പറയുന്നതിൽ അവർക്ക് അഭിമാനക്കുറവൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ കറുത്ത വംശജനാണ് എന്ന് വീണ്ടും വീണ്ടും പറയുമ്പോൾ അത് വംശീയത ആളിക്കത്തിക്കപ്പെടുന്ന അമേരിക്കയിൽ
അതിന് മാർക്കറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. കറുത്ത വർഗ്ഗക്കാർ അമേരിക്കയിൽ ഒരു 13-14% കാണത്തുള്ളൂ. ഇന്ത്യൻ വംശജരാകട്ടെ 1% പോലും കാണത്തില്ല. അങ്ങനെയുള്ള ജനസംഖ്യ അവസ്ഥ നിലനിൽക്കുമ്പോൾ താനൊരു കറുത്ത വർഗ്ഗക്കാരിയാണ് എന്ന് പറയുമ്പോഴും താനൊരു ഇന്ത്യൻ വംശജയാണ് എന്ന് പറയുമ്പോഴും വെളുത്ത വർഗ്ഗക്കാരുടെ ഇടയിൽ അതിനൊരു അസ്വീകാര്യത ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടായിരിക്കാം അവർ അത്തരമൊരു അബദ്ധത്തിൽ ചാടാതെ സ്വയം സംരക്ഷിച്ചത്. അതിനെ ബുദ്ധിപൂർവമായ ഒരു രാഷ്ട്രീയ നിലപാട് എന്ന് വേണമെങ്കിലും വിശേഷിപ്പിക്കാവുന്നതാണ്.